Hi students, Kerala University S3 Physics, S4 Chemistry, Complementary Mathematics ഒരു മൊഡ്യൂളാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അഥവാ ODE. നമുക്ക് ആ മൊഡ്യൂളിനെ പറ്റി വിശദമായിട്ട് ഒരു റിവിഷൻ പോലെ നോക്കാം. റിവിഷൻ വീഡിയോ ആണ്. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും മെയിനായിട്ട് പഠിക്കേണ്ടുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഈ വീഡിയോ കണ്ടാൽ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ODE. A differential equation is an equation which involves differential coefficients or differentials. അതായത് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ആയ dx/dyയോ ∂x/∂yയോ അങ്ങനെയൊക്കെയുള്ള ഇക്വേഷനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ആൻ ഇക്വേഷൻ വിച്ച് ഇൻവോൾവ്സ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ഓർ ഡിഫറൻഷ്യൽസ്. ഇനി ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ODE അഥവാ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Ordinary differential equation is a differential equation that in which all the differential coefficients have a reference to a single independent variable. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. Ordinary differential equation is a differential equation which has only one independent variable. ഒറ്റ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ളതാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ കാര്യം മാത്രം പഠിക്കുക. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹാവിംഗ് ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. Partial differential equation is a differential equation which contains more than one independent variable. The partial differential equation is a differential equation in which there are two or more independent variables and partial differential coefficients with respect to any of them. ഇനി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്താണ്, ഡിഗ്രി എന്താണ്? ഓർഡർ എന്ന് വെച്ചാൽ ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് അപ്പിയറിംഗ് ഇൻ ഇറ്റ്. ഡിഗ്രി എന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഒക്കറിങ് ഇൻ ഇറ്റ് ആഫ്റ്റർ ദ ഇക്വേഷൻ ഹാസ് ബീൻ എക്സ്പ്രസ്ഡ് ഇൻ എ ഫോം ഫ്രീ ഫ്രം റാഡിക്കൽസ് ആൻഡ് ഫ്രാക്ഷൻ. അതായത് എക്സാമ്പിൾ ഇവിടെ ആദ്യമേ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. 1 + d²/dx², ഇവിടെ ഒരു സ്ക്വയർ റൂട്ട് ഉണ്ട്, ഈക്വൽ dy/dx ദ ഹോൾ ക്യൂബ്. ഇവിടെ dy/dx ഉണ്ട്, d²y/dx² ഉണ്ട്. അപ്പോൾ അതിലെ പവർ വരുന്നത് ഇവിടാണ്. അപ്പോൾ അതിൻ്റെ പവറായ 2 ആണ് ഓർഡർ. ഇനി ആ ടേമിൻ്റെ പവർ, ആ ടേം എന്ന് വെച്ചാൽ അതേ ⁻1 അല്ലേ, അതാണ് ഡിഗ്രി. നോക്കി, ഇവിടെ dy/dx ആണെങ്കിൽ അതിൻ്റെ പവർ 3 ആണ്. ഓക്കെ, എന്നാൽ ഓർഡർ കാണുന്നത് എങ്ങനെയാണ്? ഓർഡർ എന്ന് വെച്ചാൽ അതിനകത്ത് dy/dx d²/dx² d³ അതിലെ വലുത് ഏതാണോ അതിൻ്റെ ആ പവറാണ് ഓർഡർ. ആ ടേം മൊത്തത്തിൽ ⁻2 ഉണ്ടെങ്കിൽ അതാണ് ഡിഗ്രി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, 1 + dy/dx ദ ഹോൾ സ്ക്വയർ ദ ഹോൾ ⁻³ ഈക്വൽ c d²y/dx². അപ്പോൾ ഇവിടെ പവർ 3/2 റാഡിക്കലാണ്. അപ്പോൾ അത് കളയാൻ വേണ്ടി മൊത്തത്തിൽ രണ്ട് സൈഡിൽ സ്ക്വയർ എടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇവിടെ dy/dx ഉണ്ട്, d²y/dx² ഉണ്ട്, അതിലെ വലുത് ഏതാ? ഇതാ. അപ്പോൾ അതിൻ്റെ പവറായ 2 ആണ് ഓർഡർ, അത് വരുന്ന പവറായ ഈ 2 ആണ് ഡിഗ്രി. ഓക്കെ, മനസ്സിലായല്ലോ? സൊല്യൂഷൻ. എ സൊല്യൂഷൻ ഓർ ഇൻ്റഗ്രൽ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ് വിച്ച് സാറ്റിസ്ഫൈസ് ദ ഗിവൺ ഇക്വേഷൻ. അതായത് നമ്മൾ വേരിയബിൾസ് ഇട്ട് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ റിലേഷനെയാണ് സൊല്യൂഷൻ അഥവാ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, d²x/dt² + n²x = 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x = a cos nt + α ആണ്. അതായത് എക്സിന് ഇത് കൊടുക്കുക, dx/dt കണ്ടുപിടിക്കുക, d²x/dt² കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പം =0 എന്ന് കിട്ടും. അപ്പോൾ അതാണ് സൊല്യൂഷൻ അഥവാ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. ഇനി ജനറൽ സൊല്യൂഷൻ അഥവാ കംപ്ലീറ്റ് സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ 3 രീതിയിലുണ്ട്. ജനറൽ സൊല്യൂഷൻ അഥവാ കംപ്ലീറ്റ് സൊല്യൂഷൻ, പർട്ടിക്കുലർ സൊല്യൂഷൻ, സിംഗുലാർ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ആദ്യമേ ജനറൽ സൊല്യൂഷൻ അഥവാ കംപ്ലീറ്റ് സൊല്യൂഷൻ.
A general solution of a differential equation is that in which the number of arbitrary constants is equal to order of differential equation. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്താണോ അത്രയും തന്നെ ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉള്ള സൊല്യൂഷനെയാണ് ജനറൽ സൊല്യൂഷൻ അഥവാ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ജനറൽ സൊല്യൂഷനകത്തെ ആർബിട്രറി കോൺസ്റ്റൻറ്റിന് പർട്ടിക്കുലർ വാല്യൂസ് കൊടുത്ത് കിട്ടുന്ന സൊല്യൂഷനെയാണ് particular solution എന്ന് വിളിക്കുന്നത്. A particular solution is that which can be obtained from general solution by giving particular values to the arbitrary constant. ഇനി സിംഗുലാർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ a differential equation may sometimes have an additional solution which cannot be obtained from general solution by assigning a particular value to arbitrary constant. Such a solution is called singular solution. നമ്മൾ ജനറൽ സൊല്യൂഷനകത്ത് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. അങ്ങനെ വാല്യൂ കൊടുക്കാതെ തന്നെ കിട്ടുന്ന വേറെ ഒരു സൊല്യൂഷനെയാണ് സിംഗുലാർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 3 ഡെഫിനിഷൻ ഒന്ന് പഠിക്കണം. ഏതെങ്കിലും ഒന്ന് ഒരു മാർക്കിന് വേണേൽ ചോദിക്കാം. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ. 2 solutions y1 and y2 of a differential equation y double dash plus a1 y dash plus a2 y equal to 0 are said to be linearly independent if c1 y1 plus c2 y2 equal to 0 implies c1 equal 0 and c2 equal 0. അതായത് y1 y2 രണ്ട് സൊല്യൂഷനെ ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കണമെങ്കിൽ c1 y1 plus c2 y2 equal to 0 ആണെങ്കിൽ y1 ഉം y2 ഉം 0 ആകണം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹുസ് സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ഈസ് ഇ റൈസ് ടു എക്സ് എക്സ് ഇ റൈസ് ടു എക്സ്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എഴുതുന്ന ഇത് y1 ഉം y2 എന്ന് വിളിച്ച് y ഈക്വൽ c1 ആദ്യത്തത് പ്ലസ് c2 രണ്ടാമത്തത് എന്ന രീതിയിൽ എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ജസ്റ്റ് അതിനെ ഒന്ന് ഡെറിവേറ്റീവ് എടുക്കുക. y ഡാഷ് എടുത്തു. y ഡാഷ് എടുത്തപ്പോഴേ ഇവിടെ c1 ഇ റൈസ് ടു എക്സ് ഇവിടെ ഉണ്ട്, c2 എക്സ് ഇ റൈസ് ടു. അപ്പോൾ ആ രണ്ട് ടേമിനും പകരമായിട്ട് y എന്ന് ഇട്ട് കൊടുക്കുക. അപ്പം y ഡാഷ് ഈക്വൽ y പ്ലസ് c2 ഇ റൈസ് ടു എക്സ്. അപ്പം y അപ്പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പം y ഡാഷ് മൈനസ് y ഡബിൾ ഡാഷ് ഈക്വൽ c2 ഇ റൈസ് ടു എക്സ്. അപ്പം ഇവിടെ രണ്ട് c2 ഇ റൈസ് ടു എക്സ് ആണെങ്കിൽ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ y മൈനസ് y ഡാഷ് ഈക്വൽ y ഡാഷ് മൈനസ് y ഡബിൾ ഡാഷ് ഇതെല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. അപ്പം ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പല ടൈപ്പ് ഉണ്ട്. വേരിയബിൾ സെപ്പറബിൾ ഉണ്ട്, ഹോമോജീനിയസ് ഉണ്ട്, ലീനിയർ ഉണ്ട്, ബെർണോളി ഉണ്ട്, എക്സാക്റ്റ് ഉണ്ട്. അപ്പം ഇത് ഓരോന്ന് നമുക്ക് നോക്കാം. ആദ്യം വേരിയബിൾ സെപ്പറബിൾ. വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇൻ്റഗ്രൽ എഫ് വൈ ഡി വൈ ഈക്വൽ ഇൻ്റഗ്രൽ 5x dx പ്ലസ് സി എന്ന് വെച്ചാൽ ഡി വൈയുടെ കൂടെ വൈയുടെ ടേംസ് മാത്രമേ കാണാവൂ, അതൊരു സൈഡിൽ. ഇപ്പുറത്ത് ഡി എക്സിൻ്റെ കൂടെ എക്സിൻ്റെ ടേം മാത്രമേ കാണാവൂ, അതിൻ്റെ ഇൻ്റഗ്രൽ. അപ്പോൾ രണ്ട് സൈഡിലും ഇൻ്റഗ്രൽ ആ രീതിയിൽ. അല്ലെങ്കിൽ ആ ഇൻ്റഗ്രൽ മാറ്റിയാലും അത് അതിൻ്റെ വേരിയബിൾ സെപ്പറബിളിൻ്റെ ഫോമാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ എക്സ് വൈ പ്ലസ് എക്സ്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ പലപ്പോഴും ചോദിക്കുന്നത് എക്സ് വൈ പ്ലസ് എക്സ് അല്ലെങ്കിൽ എക്സ് വൈ മൈനസ് എക്സ് എന്ന രീതിയിൽ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ എക്സ് കോമൺ എടുക്കുക. അപ്പോൾ എന്തോ കിട്ടും? എക്സ് ഇൻറ്റു വൈ പ്ലസ് 1. ഇനി ഡി എക്സ് ഉള്ളിടത്തെല്ലാം കൂടെ എക്സ് കൊണ്ടുവരിക, ഡി വൈ ഉള്ളിടത്തെല്ലാം വൈ കൊണ്ടുവരിക. അപ്പോൾ ഈ വൈ പ്ലസ് 1 ഇപ്പുറത്ത് കൊണ്ടുവന്നു, ഡി എക്സ് അപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇക്വേഷൻ്റെ ഒരു സൈഡിൽ മൊത്തം വൈ ആണ്, ഒരു സൈഡിൽ മൊത്തം എക്സ് ആണ്. അപ്പോൾ അത് വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. വേരിയബിൾ സെപ്പറബിൾ ഫോം ആണെങ്കിൽ രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റ്, ഇവിടെ ഇൻ്റഗ്രേറ്റ്. അപ്പോൾ ഇൻ്റഗ്രൽ ഇതെന്തുവാ? ലോഗ് വൈ പ്ലസ് 1 ഈക്വൽ ഇൻ്റഗ്രൽ എക്സ് എന്തുവാ? എക്സ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് സി എഴുതി. ലോഗ് കളയാൻ വേണ്ടി രണ്ട് സൈഡിലും ഇ റൈസ് ടു ചെയ്യും. ഓക്കെ, ഇ റൈസ് ടു സിക്ക് വരും വേറൊരു c1 എന്ന പേര് വിളിച്ച് നമ്മൾ അങ്ങനെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യും.
ഇനി ഇനിഷ്യൽ വാല്യൂ അല്ലെങ്കിൽ y ഓഫ് 1 ഈക്വൽ ടു 1 എന്നൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് yക്ക് 1 എക്സിന് 0 അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ ഫോം വേരിയബിൾ സെപ്പറബിൾ ആണ്, ഇങ്ങനെയാണ് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൈഡ് മൊത്തത്തിൽ ഡി എക്സിൻ്റെ കൂടെ മൊത്തം എക്സ് ആക്കുക, ഒരു സൈഡ് ഡി വൈയുടെ കൂടെ മൊത്തം y ആക്കുക. അങ്ങനെ ആക്കാൻ പറ്റുന്ന ഇക്വേഷനാണ് വേരിയബിൾ സെപ്പറബിൾ. എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധവും ഇല്ല. ഓക്കെ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അടുത്ത ഹോമോജീനിയസ് ഇക്വേഷൻ. ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ഫോം എന്ന് വെച്ചാൽ dy/dx ഈക്വൽ എഫ് ഓഫ് എക്സ് വൈ ബൈ ഫൈ ഓഫ് എക്സ് വൈ, വേർ എഫ് ആൻഡ് ഫൈ ആർ ഹോമോജീനിയസ് ഫങ്ഷൻസ് ഓഫ് സെയിം ഡിഗ്രി ഇൻ എക്സ് ആൻഡ് വൈ. അപ്പോൾ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് തരുന്നതെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി y ഈക്വൽ വി എക്സ് എന്ന് കൊടുത്തു. രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dy/dx ഈക്വൽ നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കും v ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഓക്കെ, ഇവിടെ ഡി വി ആണ്. എന്നിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യനകത്ത് ഈ കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് y എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരും, എക്സ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്ന് വേരിയബിൾ സെപ്പറബിൾ ആക്കിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഴയ പോലെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ ഡി വി ബൈ ഡി എക്സ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോൾവ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി എക്സ് മൈനസ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതിനെ ഡി വൈ ബൈ ഡി എക്സ് ഫോമിലോട്ട് ആക്കണം. അപ്പോൾ ഇത് രണ്ട് സൈഡിൽ കൊണ്ടുപോയി dy ബൈ ഡി എക്സ് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് വൈ എന്ന് കിട്ടും. അപ്പോൾ ഇത് ഹോമോജീനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ വേണ്ടി എക്സ് ഉള്ളിടത്തെല്ലാം ലാംഡ എക്സും വൈ ഉള്ളിടത്തെല്ലാം ലാംഡ വൈ ഇട്ട് കൊടുത്തു. എന്നിട്ട് ലാംഡകളൊക്കെ കോമൺ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കണ്ടോ ഇതേ രീതിയിൽ കിട്ടി, ലാംഡകൾ വെട്ടിക്കളഞ്ഞു. അല്ലെങ്കിൽ ലാംഡ കോമൺ എടുത്ത് ഒരു ലാംഡ റൈസ് ടു n ഇൻറ്റു നമുക്ക് തന്ന രീതിയിൽ കിട്ടും. അങ്ങനത്തെ ആണെങ്കിൽ ഹോമോജീനിയസ് എന്ന് പറയും. ചെയ്തത് മനസ്സിലായോ? എക്സ് ഉള്ളിടത്തെല്ലാം ലാംഡ എക്സും വൈ ഉള്ളിടത്തെല്ലാം ലാംഡ വൈ ഒക്കെ ഇട്ട് കൊടുത്ത് വെട്ടിക്കളഞ്ഞ് നമുക്ക് ലാംഡ റൈസ് ടു n ഇൻറ്റു നമ്മുടെ ക്വസ്റ്റ്യൻ്റെ രീതി കിട്ടുവാണെങ്കിൽ അത് ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് ആണെങ്കിൽ എന്തോ ചെയ്യുന്നത്? y ഈക്വൽ വി എക്സ് എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും dy ബൈ ഡി എക്സ്, ഡെറിവേറ്റീവ് എടുക്കും dy ബൈ ഡി എക്സ് ഈക്വൽ പ്രോഡക്റ്റ് ഉള്ള y പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് dy ബൈ ഡി എക്സിൻ്റെ സ്ഥാനത്ത് ഈ സാധനം ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി എക്സ് സ്ക്വയർ അതുപോലെ ഇട്ടു, y ഉള്ളിടത്ത് വി എക്സ്, അപ്പം y സ്ക്വയർ ആകുമ്പോൾ വി സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന രീതിയിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ എക്സ് സ്ക്വയർ ഒക്കെ കോമൺ എടുത്ത് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഈ വി ഇപ്പുറത്ത് കൊണ്ടുവന്നു കണ്ടോ. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ കിട്ടി. ഇപ്പം കണ്ടോ, ഇനി ഡി വി ഉള്ളിടത്തെല്ലാം കൂടെ വി കൊണ്ടുവരിക, ഡി എക്സ് ഉള്ളിടത്തെല്ലാം കൂടെ എക്സ് കൊണ്ടുവന്നപ്പം വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി. അപ്പം നമ്മൾ രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 1 മൈനസ് 2v². ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് ഡിനോമിനേറ്റർ എന്നാണ് ആൻസർ. പറഞ്ഞ മനസ്സിലായോ? ഒരു ഫ്രാക്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ ലോഗാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ മൈനസ് 2v² ഡെറിവേറ്റീവ് മൈനസ് 4v ആണ്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഒരു -4 ഇൻറ്റു ചെയ്തു ഡിവൈഡ് ചെയ്തു കണ്ടോ, ഇൻറ്റു ചെയ്ത് ഡിവൈഡ് ചെയ്യും. അപ്പം ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ആയി കിട്ടി. അപ്പം -1/4 ലോഗ് ഡിനോമിനേറ്റർ എന്ന് എഴുതി ഈക്വൽ ടു ഇവിടെ എന്തോ log x പ്ലസ് c. ഓക്കെ, ഈ 4 കൊണ്ട് മൊത്തത്തിൽ ഇൻറ്റു ചെയ്ത് -4 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഇതെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്ന് log ഓഫ് എന്നും പറഞ്ഞ് log a പ്ലസ് log b log ab എന്ന് എഴുതാം. ആ രീതിയിൽ എഴുതി രണ്ട് സൈഡ് e⁻² ചെയ്ത് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഹോമോജീനിയസ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരുപാട് വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിനകത്ത് കയറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി MG യൂണിവേഴ്സിറ്റിയുടെതിനകത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കയറി കണ്ടാൽ മതി കേട്ടോ. ഇനി റെഡ്യൂസിബിൾ ടു ഹോമോജീനിയസ്, അതായത് നമുക്ക് ഇങ്ങനെ ഫോമിൽ dy/dx ഈക്വൽ ax പ്ലസ് by പ്ലസ് c ബൈ a'(x) പ്ലസ് b'(y) പ്ലസ് c'. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ a/a' b/b' ചെയ്യും.
അത് രണ്ടും ഈക്വൽ അല്ല എങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയ എ ഡാഷ്, വൈയുടെ കോഎഫിഷ്യൻ്റ് ബി ഡാഷ്. അപ്പോൾ എ ബൈ എ ഡാഷും ബി ബൈ ബി ഡാഷും കൂടെ ചെയ്യുമ്പം അത് ഈക്വൽ അല്ല എങ്കിൽ സ്മോൾ എക്സ് ഉള്ളിടത്ത് എക്സ് ക്യാപിറ്റൽ എക്സ് പ്ലസ് എച്ച് എന്നും വൈ ഉള്ളിടത്ത് വൈ പ്ലസ് കെ എന്നും കൊടുത്തു. അപ്പോൾ ഡി എക്സ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഡി എക്സ്, ഇത് ഡി വൈ. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഡി വൈ ബൈ ഡി എക്സിൻ്റെ സ്ഥാനത്ത് ഇത്. ഇനി സ്മോൾ എക്സ് ഉള്ളിടത്ത് സ്മോൾ വൈ ഉള്ളിടത്തെല്ലാം ഇതിട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ക്യാപിറ്റൽ എക്സും വൈ ഇല്ലാത്ത ടേമുകൾ ഒന്നിച്ച് എഴുതി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ബ്രാക്കറ്റ് എഴുതി ഈ സാധനങ്ങൾ രണ്ടുമില്ലേ, അത് രണ്ട് 0 ആണെന്ന് അസ്യൂം ചെയ്യുക. ഇത് 0, ഇത് 0 ആണെന്ന് അസ്യൂം ചെയ്യുക. ഇംപ്ലൈസ് ഇവിടെ ചെയ്തേക്കുന്ന കണ്ടോ, വൈ എന്ന് വെച്ചാൽ എച്ച് ബൈ ബി സി ഡാഷ് മൈനസ് ബി ഡാഷ് സി ഈക്വൽ കെ സി എ ഡാഷ് മൈനസ് സി ഡാഷ് ഈക്വൽ 1 ബൈ എ ബി ഡാഷ് മൈനസ് ബി എ ഡാഷ്. അതായത് നമ്മൾ ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഡിറ്റർമിൻ്റെ രീതിയിൽ ഡിറ്റർമിനകത്ത് എച്ച് കെ 1 എന്നൊക്കെ എഴുതി ഇവിടെ എ ബി സി എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് എന്ന രീതിയിൽ എഴുതും. അപ്പോൾ ആദ്യമേ എച്ച് എടുത്താൽ എച്ചിന് വരുന്ന ഡിറ്റർമിൻ്റ് ഏതാ, ബി സി ഡാഷ് മൈനസ് ബി ഡാഷ് സി ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ അടുത്തത് കെയുടെ വരുമ്പോൾ സിയുമേയും അത് ഓർത്തോ, എച്ച് ആകുമ്പോൾ ബി സി, കെ ആകുമ്പോൾ സി എ, 1 ആകുമ്പോൾ എ ബി, ആ രീതിയിൽ. അപ്പോൾ എച്ചിൻ്റെ ആൻസർ, അപ്പോൾ ഈ എച്ച് 1 ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എച്ച് ഈക്വൽ ടു എന്ന് കിട്ടും, ഇവിടെ കെ ഈക്വൽ ടു എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പം ഈ ടേമുകൾ 0 ആയില്ലേ, ബാക്കി എന്തുകൊണ്ട് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ എ എക്സ് പ്ലസ് ബി വൈ ബൈ എ ഡാഷ് എക്സ് എ പ്ലസ് ബി ഡാഷ്. അത് ഹോമോജീനിയസ് ആണ്. എന്നിട്ടത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായല്ലോ, ഒന്നത് മനസ്സിലാക്കുക കേട്ടോ. ഇനി നമ്മൾ എ ബൈ എ ഡാഷ് ഈക്വൽ ടു ബി ബൈ ബി ഡാഷ് ആണെങ്കിൽ അത് ഈക്വൽ ടു 1 ബൈ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എ ഡാഷ് എന്ന് വെച്ചാൽ എ എമ്മും ബി ഡാഷ് എന്ന് വെച്ചാൽ ബി എമ്മും. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ കിട്ടും. അവിടുത്തെ എ എക്സ് പ്ലസ് ബി വൈ അതിന് ടി എന്ന് കൊടുത്താൽ നമുക്ക് ഈ രീതിയിൽ കിട്ടി സോൾവ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുന്നത്. സോൾവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ വൈ പ്ലസ് എക്സ് മൈനസ് 2 ബൈ വൈ മൈനസ് എക്സ് മൈനസ് 4. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ കോഎഫിഷ്യൻ്റ് 1 ഇപ്പോൾ 1 ബൈ 1 1 ആണ്, എന്നാൽ ഇവിടെ 1 ബൈ മൈനസ് 1 ആണ്. ഇത് രണ്ട് ഈക്വൽ അല്ല. ഈക്വൽ അല്ല എങ്കിൽ നമ്മൾ സ്മോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇതും സ്മോൾ വൈയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുത്ത് ഇത് ചെയ്യുന്നു. അവിടെ ഈ ബ്രാക്കറ്റ് വരുന്ന ടേമുകൾ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുത്തു. അത് സോൾവ് ചെയ്യുമ്പോൾ എച്ചിന് -1 എന്നും കെയ്ക്ക് 3 എന്നും കിട്ടും. ഓക്കെ, അതവിടെ മാറ്റി വെച്ചേക്കാം. അപ്പം ഇവിടെ ഇത് കിട്ടി. അത് ഹോമോജീനിയസ് സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്യുമ്പോൾ എല്ലാം ക്യാപിറ്റൽ വൈയും ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വി ആണെന്ന് ഓർത്തോണം. അങ്ങനെ ചെയ്ത് നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിയല്ലോ. എന്നിട്ട് നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ എക്സ് എന്ന് വെച്ചാൽ സ്മോൾ എക്സ് മൈനസ് എച്ച് ആണ്. ആ എച്ചിൻ്റെ ആൻസർ -1, അതുപോലെ കെയുടെ ആൻസർ 3. അത് ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ ആൻസർ കിട്ടും. അതിവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് എഴുതിയേക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ 2x പ്ലസ് 3y പ്ലസ് 4y ഈക്വൽ 2 × 2x പ്ലസ് 3y പ്ലസ് 5. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണ്. അപ്പം നമ്മൾ അവിടെ 2x പ്ലസ് 3yക്ക് ടി എന്നിട്ട് കൊടുത്ത് ഇങ്ങനെ കിട്ടി. അത് നമുക്ക് കണ്ടോ സോൾവ് ചെയ്ത് 2x പ്ലസ് 3y ഈക്വൽ ടു ടി ഇട്ട് കൊടുക്കുമ്പോൾ എന്ത്, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടി പ്ലസ് 4 ബൈ 2t പ്ലസ് 5. അത് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് 2 പ്ലസ് 3 ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ഡി ടി ബൈ ഡി എക്സ്. ഇതൊന്ന് പഠിച്ചു വെച്ചോണേ. എന്നിട്ട് അവിടെ 2 അപ്പുറത്ത് കൊണ്ടുപോയി ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് എന്ന രീതിയിൽ എഴുതി. ഓക്കെ, അപ്പം കണ്ടോ ഇതിങ്ങനെ കിട്ടി. എന്നിട്ട് അത് സോൾവ് ചെയ്താൽ ഫൈനൽ ആൻസർ കിട്ടും. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ. അടുത്തതാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ക്യൂ.
അതായത് dy/dx പ്ലസ് പി വൈ ഈക്വൽ ക്യൂ. അതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ e⁻∫p dx ആണ്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ക്യൂ dx എന്നാണ്. ഇപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം dy/dx പ്ലസ് പി വൈ ഈക്വൽ ക്യൂ എന്നാണ്. അവിടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഉണ്ട്, കണ്ടുപിടിക്കുന്ന e⁻p dx ആണ്. അത് കണ്ടുപിടിച്ചിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ക്യൂ dx എന്നാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. സോൾവ് x+1 dy/dx മൈനസ് y ഈക്വൽ e⁻3x ഇൻറ്റു x+1 ദ ഹോൾ സ്ക്വയർ. നമ്മൾ ഇതാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം ആണെങ്കിൽ dy/dx തുടങ്ങണം. അപ്പോൾ നമ്മൾ x+1 കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യും. x+1 കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്തപ്പോൾ കണ്ടോ dy/dx ഇവിടെ p ഇൻറ്റു y ഫോം, ഇവിടെ ഒരു q എന്ന രീതിയിൽ കിട്ടി. അപ്പോൾ അത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമാണ്. അപ്പോൾ p നമ്മൾ എഴുതി -1/x+1, q എഴുതി ഇത്. അപ്പോൾ p കിട്ടിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ എഴുതുക. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഈക്വൽ e⁻p dx ആണ്. പിയുടെ വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്തപ്പോൾ നമുക്ക് 1/x+1 എന്ന് കിട്ടി. അപ്പോൾ സൊല്യൂഷൻ എന്തോ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ഇൻ്റഗ്രൽ ക്യൂ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ പ്ലസ് സി x+1 വെട്ടിക്കളഞ്ഞ് y/x+1 ഈക്വൽ e⁻3x ഇൻ്റഗ്രൽ e⁻3x/3 പ്ലസ് സി. അപ്പോൾ y ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതി. അതാണ് സൊല്യൂഷൻ. അപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യാൻ എന്താ വേണം? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വേണം. അപ്പം സ്റ്റാൻഡേർഡ് ഫോമിലാക്കിയിട്ട് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നു. ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് വെച്ചാൽ നമ്മുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് വരുന്നു? സ്റ്റാൻഡേർഡ് ഫോം dy/dx പ്ലസ് പി വൈ ഈക്വൽ ക്യൂ എന്നല്ലേ? അവിടെ ഒരു y⁻n കൂടെ വരും. ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം dy/dx പ്ലസ് പി വൈ ഈക്വൽ ക്യൂ y⁻n. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ y⁻n ഇല്ലേ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ y⁻1 - n എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിന് z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് dy/dx ഉള്ളിടത്തൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ അതിനെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലാക്കിയിട്ട് ബാക്കി ചെയ്യുകയാണ്. എന്നിട്ട് ലാസ്റ്റ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് x dy/dx പ്ലസ് y ഈക്വൽ x³ y⁻6. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം ആക്കാൻ വേണ്ടി dy/dx എന്നാണ് തുടങ്ങേണ്ടത്. x കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്തപ്പം y⁻n സ്ഥാനത്ത് n 6 ആണ് വന്നത്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് y⁻1 - n z എന്ന് കൊടുക്കും. അപ്പോൾ y⁻1 - 6 ആയ y⁻5 z എന്ന് കൊടുത്തു. ഡെറിവേറ്റീവ് എടുത്ത് ഇങ്ങനെ കിട്ടി. ഓക്കെ, എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഈ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിൽ കിട്ടി. അപ്പം നമ്മൾ പി കണ്ടുപിടിച്ച് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ചെയ്ത് അവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അവിടെ വൈയും എക്സും ആയിരുന്നു, ഇവിടെ മാറി ഇസഡും എക്സും ആയി. ആ കാര്യം ശ്രദ്ധിച്ചോണം. എന്നിട്ട് ഇസഡിൻ്റെ സ്ഥാനത്ത് y⁻5 ഇട്ട് കൊടുക്കുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടും. അങ്ങനെയാണ് ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുന്നത്. ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം ആക്കുക. എന്നിട്ട് y⁻1 - n ഇസഡെന്ന് കൊടുത്ത് അതിന് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി സോൾവ് ചെയ്ത് ലാസ്റ്റ് ഇസഡിൻ്റെ സ്ഥാനത്ത് y⁻1 - n ഇട്ട് കൊടുത്ത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നു. അടുത്ത എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ mdx പ്ലസ് ndy ഈക്വൽ ടു 0 ഈസ് എക്സാക്ട് ഇഫ് ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് എ ഡിഫറൻഷ്യൽ ഓഫ് അനദർ ഫംഗ്ഷൻ. അതായത് mdx പ്ലസ് ndy നമുക്ക് ഏതെങ്കിലും ഒരു du എന്ന് എഴുതാൻ സാധിച്ചാൽ അത് എക്സാക്റ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി, ∂m/∂y ഈക്വൽ ∂n/∂x ആണെങ്കിൽ അത് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, ∂m/∂y ഈക്വൽ ∂n/∂x ആണെങ്കിൽ
എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എക്സാക്റ്റ് ആയിരിക്കും. എക്സാക്റ്റ് ആണെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എമ്മിൻ്റെ ടേമില്ലേ അതിനെ എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പ്ലസ് എന്നിനകത്ത് എക്സ് ഇല്ലാത്ത ടേമുകൾ മാത്രം എഴുതി അതിനെ വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യും ഈക്വൽ ടു സി. അതാണ് അതിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോൾവ് വൈ സ്ക്വയർ ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ പ്ലസ് 4x ക്യൂബ് ഡി എക്സ് ഈക്വൽ ടു എക്സ് വൈ ഇ റൈസ് ടു എക്സ് വൈ സ്ക്വയർ മൈനസ് 3y സ്ക്വയർ ഡി വൈ ഈക്വൽ ടു 0. അപ്പം എം എഴുതി എൻ എഴുതി, ഡോ എം ബൈ ഡോ വൈ ചെയ്തു, ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്തപ്പം രണ്ടും ഈക്വൽ എന്ന് കിട്ടി. ഈക്വൽ ആയതുകൊണ്ട് അതെന്താണ്? എക്സാക്റ്റ് ആണ്. എക്സാക്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? എം ഉള്ള ടേമിനെ എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പ്ലസ് ഇതിനകത്ത് എക്സ് ഇല്ലാത്ത ടേം, അപ്പോൾ ഇവിടെ എക്സ് ഉള്ള ടേമുണ്ട്, അപ്പോൾ അത് മാറ്റി ഇത് മാത്രം മൈനസ് 3y സ്ക്വയർ ഡി വൈ ഈക്വൽ ടു സി. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇപ്പം എക്സാക്റ്റ് ആണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി എക്സാക്റ്റ് അല്ല എങ്കിൽ നമ്മൾ അതിനെ എക്സാക്റ്റ് ആക്കിയിട്ട് ചെയ്യും. അതായത് നമ്മൾ ഡോ എം ബൈ ഡോ വൈ ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ആകുമ്പോഴല്ലേ എക്സാക്റ്റ് ആണ്. അപ്പോൾ ഈക്വൽ അല്ലെങ്കിൽ അത് മൈനസ് ചെയ്താൽ 0 അല്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് എം വൈ മൈനസ് എൻ എക്സ് ബൈ എൻ ചെയ്യുമ്പോൾ എക്സിൻ്റെ മാത്രം ഫംഗ്ഷൻ ആണെങ്കിൽ ഇ റൈസ് ടു ഇൻ്റഗ്രൽ അത് ചെയ്യും. അതിനെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് വിളിക്കും. ആ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മുടെ ക്വസ്റ്റ്യനില്ലേ, ക്വസ്റ്റ്യനകത്ത് മൊത്തത്തിൽ ഇൻറ്റു ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ ഇൻറ്റു ചെയ്യുമ്പോൾ അത് എക്സാക്റ്റ് എന്ന് കിട്ടും. ഇനി ഇത് ചെയ്തപ്പോൾ എക്സിൻ്റെ ഫംഗ്ഷൻ എലോ ആയിട്ട് കിട്ടിയില്ല എങ്കിൽ നമ്മൾ തിരിച്ച് ചെയ്യും, എൻ എക്സ് മൈനസ് എം വൈ ബൈ എം ചെയ്യും. അത് ഫംഗ്ഷൻ ഓഫ് വൈ എലോൺ ആണോ നോക്കും. ആണെങ്കിൽ ഇ റൈസ് ടു ഇൻ്റഗ്രൽ അത് ചെയ്യും, അത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. എന്നിട്ട് ക്വസ്റ്റ്യനെ മൊത്തത്തിൽ ഇൻറ്റു ചെയ്യുമ്പോൾ എക്സാക്റ്റ് ആക്കി ബാക്കി ചെയ്യും. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 ഹോമോജീനിയസ് ആണെങ്കിൽ ദെൻ 1 ബൈ എം എക്സ് പ്ലസ് എൻ വൈ എന്ന് പറയുന്നത് ആയിരിക്കും ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഓക്കെ, ഇനി കുറച്ച് ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കാൻ. എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് ആണ്. ഇനി വൈ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബൈ എക്സ്, അതായത് പ്രോഡക്റ്റ് റൂളും കോഷൻ റൂളും ഇല്ലേ, അതാണെന്ന് ഓർക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാധനം തന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ സാധനം തന്നു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു എന്ന് ഇങ്ങനെ എഴുതാൻ വേണ്ടി കുറച്ച് ഇക്വേഷൻസ് ഇവിടെ പഠിക്കുന്നതേ ഉള്ളൂ. ഇപ്പം എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബൈ എക്സ് വൈ ആണെങ്കിൽ അത് ലോഗ് വൈ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ സോൾവ് ഒരു ക്വസ്റ്റ്യൻ. എക്സ് വൈ സ്ക്വയർ മൈനസ് ഇ റൈസ് ടു 1 ബൈ എക്സ് ക്യൂബ് ഡി എക്സ് മൈനസ് എക്സ് സ്ക്വയർ വൈ ഡി വൈ ഈക്വൽ ടു 0. അപ്പോൾ ഡോ എം ബൈ ഡോ വൈ ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്യുമ്പം അത് ഈക്വൽ അല്ല, അതുകൊണ്ട് എക്സാക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ എം വൈ മൈനസ് എൻ എക്സ് ബൈ എൻ ചെയ്യുക. ചെയ്തപ്പം എക്സിൻ്റെ മാത്രം ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ ഇ റൈസ് ടു ഇൻ്റഗ്രൽ അത് ചെയ്തപ്പം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനെ മൊത്തത്തിൽ എക്സ് റൈസ് ടു -4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ അത് എക്സാക്റ്റ് ആണെന്ന് കിട്ടും. എക്സാക്റ്റ് ആണെന്ന് കിട്ടിയാൽ ബാക്കി സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ആദ്യത്തെ ടേമിനെ മൊത്തത്തിൽ എക്സ് കൊണ്ട് ചെയ്യുക, രണ്ടാമത്തെ ടേം വൈ ഇല്ലാത്ത എക്സ് ഇല്ലാത്ത ടേം, അപ്പോൾ എക്സ് ഇല്ലാത്ത ടേം ഒന്നുമില്ല, അപ്പോൾ 0. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ജസ്റ്റ് ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയാണ് ക്ലിയർ റൂട്ട് ഇക്വേഷൻ. ക്ലിയർ റൂട്ട് ഇക്വേഷൻ്റെ ഫോം എന്ന് വെച്ചാൽ വൈ ഈക്വൽ പി എക്സ് പ്ലസ് എഫ് ഓഫ് പി ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ പി ഉള്ളിടത്തല്ല സി ആക്കിയാൽ മതി. അപ്പോൾ വൈ ഈക്വൽ സി എക്സ് പ്ലസ് എഫ് ഓഫ് സി. അപ്പോൾ ഇങ്ങനത്തെ ഫോമിൽ കിട്ടണം. വൈ ഈക്വൽ പി എക്സ് പ്ലസ് എഫ് ഓഫ് പി ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ വൈ ഈക്വൽ സി എക്സ് പ്ലസ് എഫ് ഓഫ് സി ആണ്. ഒരു ക്വസ്റ്റ്യൻ. സോൾവ് പി ഈക്വൽ സൈൻ വൈ മൈനസ് എക്സ് പി, ഓൾസോ ഫൈൻഡ് സിംഗുലർ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ സൈൻ ഇത്, അപ്പോൾ സൈൻ ഇൻവേഴ്സ് പി എന്ന് എഴുതി. സൈൻ ഇൻവേഴ്സ് പി എന്ന് വെച്ചാൽ വൈ മൈനസ് എക്സ് പി ആണ്. അപ്പോൾ വൈ ഈക്വൽ പി എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് പി. അപ്പോൾ ഇത് ക്ലിയർ റൂട്ട് ഫോം കിട്ടിയില്ലേ, പി എക്സ് പ്ലസ് എഫ് ഓഫ് പി ഫോമില്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ വൈ ഈക്വൽ സി എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് സി. ഓക്കെ, ഇനി അതിൻ്റെ സിംഗുലാർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകും. സിംഗുലാർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ ഇല്ലേ, അതിനെ സിയും കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സിയും കൊണ്ട് കേട്ടോ. അപ്പോൾ എന്താ കിട്ടി? 0 ഈക്വൽ എക്സ് പ്ലസ്
സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ എന്തുവാ 1/√1 - x² എന്ന് പറയത്തില്ല, അതുപോലെ സി വെച്ച് ചെയ്യുമ്പോൾ 1/√1 - c². അപ്പോൾ എന്തോ കിട്ടി? 1/√1 - c² -x എന്ന് കിട്ടി. അപ്പം √1 - c² -1/x എന്ന് കിട്ടി. രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്ത് c² എന്നിട്ട് c കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ c √x² - 1/x. ആ റൂട്ടിനാണ് ഇവിടെ ക്യാപിറ്റൽ N എന്ന് തെറ്റിപ്പോയതാണ് ആ രീതിയിൽ. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യനകത്ത് c ഉള്ളിടത്തെല്ലാം ഇതിട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് സിംഗുലാർ സൊല്യൂഷൻ ചെയ്തത്. പിടികിട്ടിയോ? അടുത്തത് ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ഓർഡർ ആൻഡ് ഹയർ ഡിഗ്രി. ഇക്വേഷൻ സോൾവബിൾ ഫോർ എക്സ് ഉണ്ട്, പി ഉണ്ട്, വൈ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ സോൾവബിൾ ഫോർ പി. സോൾവ് dy/dx - dx/dy = x/y - y/x. ഈ പി എന്ന് ഉദ്ദേശിച്ചത് dy/dx ആണ്. അപ്പം dy/dxനകത്ത് പി എന്ന് ഇട്ട് കൊടുത്തു. ഇതെന്താ 1/p ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പോൾ p² - 1/p = ഇതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ എഴുതി. ഇതെല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവന്നു. അപ്പം നമ്മൾ ഇത് ഫാക്ടറൈസ് ചെയ്യാം. ഈ a² അല്ലെങ്കിൽ x+a × x+b ഫോമിൽ ആക്കാം. അങ്ങനെ ആക്കി ഫാക്ടറൈസ് ചെയ്തപ്പോൾ ഇതിനെ p + y/x × p - x/y = 0 എന്ന് കിട്ടി. അപ്പോൾ ഒരു പ്രോഡക്റ്റ് = 0 ആണെങ്കിൽ ഏതെങ്കിലും ഒരാൾ 0 ആയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഇത് 0 അല്ലെങ്കിൽ ഇത് 0. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്തുവാ? dy/dx + y/x = 0. dy/dx - x/y = 0. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ കിട്ടി, ഇത് ഇങ്ങനെ കിട്ടി. നമ്മൾ മുമ്പേ കണ്ടു ഇത് പ്രോഡക്റ്റ് റൂൾ അനുസരിച്ച് xy-യുടെ ഡെറിവേറ്റീവ് ആണ്. ഇതെന്ന് വെച്ചാൽ x² - y² ഡെറിവേറ്റീവ് ആണ്. x² - y² ഡെറിവേറ്റീവ് ഒരു xy ഉണ്ട്. ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി നമുക്ക്. അപ്പം xy-യുടെ ഡെറിവേറ്റീവ് 0 അല്ലെങ്കിൽ x² - y² ഡെറിവേറ്റീവ് 0. അതായത് xy c അല്ലെങ്കിൽ x² - y² c. അപ്പം ഇതെല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുപോകുമ്പോൾ xy - c ഇതെന്തുവാ? x² - y² - c. അപ്പോൾ ആ രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ സോൾവർ ഫോർ പിയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പി ഇട്ട് കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഫാക്ടറൈസ് ചെയ്ത് ഓരോന്നും = 0 നോക്കി ഓരോന്നും നമ്മൾ സോൾവ് ചെയ്ത് നമ്മളെല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്ത സോൾവബിൾ ഫോർ y. അപ്പോൾ സോൾവ് y - 2px = tan inverse xp². അപ്പോൾ ഇതിനെ y = 2 എന്നും പറഞ്ഞ് എഴുതി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് സോൾവബിൾ ഫോർ പി എന്ന് വെച്ചാൽ നമ്മൾ ഈ രീതിയിലാണ് ചെയ്തത്. അടുത്ത സോൾവ് ഫോർ y ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുവാണ്. എക്സ് ചെയ്തപ്പം ഇങ്ങനെ നമുക്ക് കിട്ടി. അതായത് നമ്മൾ എക്സ് വെച്ച് ഡെറിവേറ്റീവ് എടുത്തു, പ്രോഡക്റ്റ് റൂളും ഒക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടി. dy/dx എന്ന് വെച്ചാൽ p ആണ്. അപ്പോൾ p = 2 × പ്രോഡക്റ്റ് റൂള് പിന്നെ ടാൻ ഇൻവേഴ്സിനകത്ത് പ്രോഡക്റ്റ് റൂളൊക്കെ വന്ന് ആ രീതിയിൽ നമ്മൾ ചെയ്തു. അതായത് ഇത് = 0 എന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ ഇവിടെ p + x 2x dp/dx × 1 + p/1 + x². അതായത് ഇത് നോക്കുമ്പോഴേ ഇത് 1 + p അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടും. അപ്പോൾ ഓരോ ടൈം = 0. അപ്പോൾ ഓരോന്നിൻ്റെ നോക്കി നമ്മൾ p + 2x dp/dx = 0 ആണെങ്കിൽ എന്താ p എന്ന് വെച്ചാൽ നമ്മളിവിടെ കണ്ടോ ഇത് നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കി ചെയ്യുവാണേ. പിയും എക്സും ആയതുകൊണ്ട് പി എല്ലാം ഒരു സൈഡിൽ എക്സ് എല്ലാം ഒരു സൈഡിൽ ചെയ്ത് രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ സൊല്യൂഷൻ കിട്ടി. ഇവിടെ ചെയ്തത് ഒന്നുകൂടെ പറയാം. ഇവിടെ y = 2px + tan inverse xp² ആണ്.
ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്തു. അപ്പം വൈയുടെ ഡെറിവേറ്റീവ് എന്ത് ഡി വൈ ബൈ ഡി എക്സ്, അതിനെ പി എന്ന് വിളിച്ചു. ഇനി അടുത്ത് 2px, അപ്പോൾ 2 കോമൺ എടുത്തു. പി ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു പിയുടെ ഡെറിവേറ്റീവ് എന്തോ ഡി പി ബൈ ഡി എക്സ്. ഓക്കെ, പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തോ 1/1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ, അപ്പോൾ എന്തോ 1/1 പ്ലസ് ഇതിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പി റൈസ് ടു 4 ഇൻറ്റു പിന്നെ ചെയിൻ റൂൾ അനുസരിച്ച് എക്സ് പി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, അപ്പോൾ എന്തോ 1 ഇൻറ്റു അല്ലെങ്കിൽ പി സ്ക്വയർ ഇൻറ്റു എക്സ്, അപ്പോൾ പി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു 2p ഇൻറ്റു ഡി പി ബൈ ഡി എക്സ്. ഓക്കെ, ഇനി അവിടെ നോക്കിയേ, അവിടെ ഒരു പി കോമൺ എടുത്ത് ന്യൂമറേറ്റർ മാത്രം നോക്കുക. ന്യൂമറേറ്റർ പി കോമൺ എടുത്തു, അപ്പോൾ പി ഇൻറ്റു ബാക്കി എന്ത് കിട്ടുന്നത് 1 അല്ല, പി കോമൺ എടുത്താൽ ഇവിടെ ഒരു പി, ഇവിടെ ഒരു 2x ഡി പി ബൈ ഡി എക്സ്, അതല്ലേ ഈ ബ്രാക്കറ്റിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ആദ്യത്തെ ആള് പി പ്ലസ് 2x ഡി പി ബൈ ഡി എക്സ് ഇവിടെ എഴുതി. ഇനി ഇവിടെ എന്താ, ഇവിടെ പി ഇൻറ്റു വീണ്ടും എന്തുവാ ആ സാധനമാണ് നമുക്കിവിടെ കിട്ടിയത്, അതുകൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല. പി ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പി റൈസ് ടു 4 ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതുമ്പോഴേ ഇവിടെ ഒന്ന് കാര്യം ശ്രദ്ധിക്കുക, ഈ ടേം 0 ആകത്തില്ല, കാരണം എക്സ് സ്ക്വയർ പി സ്ക്വയർ 0 പോസിറ്റീവാണ്. അതേ +1 എന്ന് വെച്ചാൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ 1 പ്ലസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊരു പോസിറ്റീവ്, അപ്പോൾ 0 ആകാൻ സാധ്യത ഇതിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ടേം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ചെയ്ത് അത് വേരിയബിൾ സെപ്പറബിൾ ആക്കി ഇതിങ്ങനെ ചെയ്തത്, y ഈക്വൽ ടു ഇങ്ങനെ ചെയ്തത്. അടുത്ത സോൾവ് ഫോർ എക്സ് ആണെങ്കിൽ സോൾവ് y ഈക്വൽ 2px പ്ലസ് y സ്ക്വയർ പി ക്യൂബ്. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം. മുമ്പ് എന്തുവായിരുന്നു, y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എടുത്തിട്ട് എക്സ് വെച്ച് ചെയ്യും. ഇവിടെ എന്തുവാ എക്സ് ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് y വെച്ച് ചെയ്യും. അപ്പോൾ dx ബൈ dy ഈക്വൽ അതെന്ന് വെച്ചാൽ 1/p ആണ്, ഈക്വൽ 1/2 കോമൺ എടുത്ത് ബാക്കി ഇത് നമ്മുടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്ത് ചെയ്യുക. അങ്ങനെ ചെയ്ത് മുമ്പേ എടുത്തുന്ന രീതിയിൽ പ്രോഡക്റ്റ് റൂൾ പോലെ അപ്ലൈ ചെയ്ത് ഓരോ ടൈം ഈക്വൽ ടു 0. ഇവിടെ 1 പ്ലസ് ആയതുകൊണ്ട് ഇത് മാത്രമേ വരത്തുള്ളൂ. അത് പി വൈയുടെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ പി വൈയുടെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് പി വൈ സി, അതായത് പി ഈക്വൽ സി ബൈ വൈ. അത് നമ്മുടെ ഇത് ഇക്വേഷനകത്ത് പി ഉള്ളിടത്ത് ഇട്ട് കൊടുത്താണ് ചെയ്യുന്നത്. ഓക്കെ, സോൾവ് ഫോർ പിയുടെ ജനറൽ കേസ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ടേമും ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഓരോന്നും ചെയ്ത് ഈക്വൽ ടു 0. വൈയുടെ അതുപോലെയാണ്, അതായത് ഇപ്പം ചെയ്ത പ്രോബ്ലംസിൻ്റെ ഒരു തിയറി പാർട്ട് പോലെ ഇവിടെ ചെയ്തേക്കും. സോൾവ് ഫോർ വൈ ആണെങ്കിൽ y ഈക്വൽ എഫ് ഓഫ് എക്സ് പി എന്ന രീതിയിൽ എഴുതിയിട്ട് പി ഈക്വൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ എഴുതിയിട്ട് ചെയ്യുകയാണ്. എക്സ് ആകുമ്പോൾ എക്സ് ഈക്വൽ ടു എന്നും പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അത്രയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തയാണ് ഓർത്തോഗണൽ ട്രജക്ടറീസ്. 2 families of curves such that every member of either family cuts each member of other family at right angles are called orthogonal trajectories of each. ഓർത്തോഗണൽ എന്ന് വെച്ചാൽ 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ആണ്. അപ്പോൾ 2 ഫാമിലി ഓഫ് കർവ്സ് ഓർത്തോഗണൽ ട്രജക്ടറി ആണെങ്കിൽ ഒരു ഫാമിലി ഓഫ് കർവിനകത്തെ കർവ് മറ്റേ ഫാമിലിക്കകത്തെ കർവുമായിട്ട് കട്ട് ചെയ്യുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ആദ്യമേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യും. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് ഉള്ളിടത്തല്ല അതിൻ്റെ റെസിപ്രോക്കൽ മൈനസ് ഡി എക്സ് ബൈ ഡി വൈ ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫൈൻഡ് ദ ഓർത്തോഗണൽ ട്രജക്ടറീസ് ഓഫ് ദ സിസ്റ്റം ഓഫ് കർവ്സ് എക്സ് വൈ ഈക്വൽ സി. അപ്പോൾ എക്സ് വൈ ഈക്വൽ സി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെറിവേറ്റീവ് എടുത്ത് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ 0 എന്ന് കിട്ടി. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഉള്ളിടത്ത് എന്തോ ഇട്ട് കൊടുക്കണം, മൈനസ് ഡി എക്സ് ബൈ ഡി വൈ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ആക്കി 2 സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ സി എന്ന് കിട്ടി. അതെന്തോ യഥാർത്ഥത്തിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ സി സ്ക്വയർ
നമ്മുടെ ഹൈപ്പർബോള എന്ന രീതിയിൽ കിട്ടും. അതാണ് നമ്മുടെ റിക്വയർഡ് ഓർത്തോഗണൽ ട്രജക്ടറീസ്. പിന്നെ പോളാർ ഫോം, ഇതിൻ്റെ ഓർത്തോഗണൽ ട്രജക്ടറി പോളാർ ഫോമിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എഫ് ഓഫ് ആർ തീറ്റ സി ഈക്വൽ ടു 0. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് ഡി ആർ ബൈ ഡി തീറ്റ ഉള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നത് മൈനസ് ആർ സ്ക്വയർ ഡി തീറ്റ ബൈ ഡി ആർ ഇട്ട് കൊടുത്ത് ഇതേപോലെ ചെയ്യുവാണ്. ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ ഓർത്തോഗണലിൽ മറ്റേതായിരിക്കും ചോദിക്കുന്നത്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ those in which dependent variable and its derivatives occur only in the first degree and are not multiplied together. General linear differential equation of nth degree. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫോം. അതിൽ സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഒക്കെയാണ് മെയിനായിട്ട് നമ്മൾ. സെക്കൻഡാണ് ഏറ്റവും കൂടുതലുള്ളത്, തേർഡും വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ സെക്കൻഡ് ഓർഡറിൻ്റെ കാര്യമൊക്കെ വരിക. ഇനി ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ y1 ഉം y2 ആണെങ്കിൽ അതിൻ്റെ y1 പ്ലസ് c2 y2 അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾസ് y1 ഉം y2 ഉം സൊല്യൂഷൻ ആണെങ്കിൽ y1 പ്ലസ് c2 y2 ഒരു സൊല്യൂഷൻ ആയിരിക്കും. അതുപോലെ തന്നെ n ആർബിട്രറി കോൺസ്റ്റൻസ് കാണും. ഇനി അതിൻ്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന രീതിയിലാണ് സൊല്യൂഷൻസ് എഴുതുന്നത്. ഓപ്പറേറ്റർ ഡി ബൈ ഡി എക്സിനെ ക്യാപിറ്റൽ ഡി എന്ന് വിളിക്കും, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ആണെങ്കിൽ ക്യാപിറ്റൽ ഡി സ്ക്വയർ എന്ന് വിളിക്കും. അങ്ങനെ നമുക്ക് ഓപ്പറേറ്ററിൻ്റെ രീതിയിലും എഴുതാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ, അപ്പം ക്യാപിറ്റൽ ഡി സ്ക്വയർ പ്ലസ് 2d മൈനസ് 3 ഇൻറ്റു വൈ. അപ്പോൾ അത് ഫാക്ടറൈസ് ചെയ്ത് d പ്ലസ് 3 ഇൻറ്റു d മൈനസ് 1 എന്ന രീതിയിലൊക്കെ നമുക്ക് എഴുതാം. നമ്മൾ സെക്കൻഡ് ഓർഡറിൻ്റെ നോക്കാം. അപ്പം രണ്ട് സൊല്യൂഷൻ കാണും. നമ്മൾ ഓക്സിലറി ഇക്വേഷൻ പോലെ എഴുതുവേ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറയാം. സോൾവ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 5 ഡി എക്സ് ബൈ ഡി ടി പ്ലസ് 6x ഈക്വൽ ടു 0, എക്സ് ഓഫ് 0 ഈക്വൽ 0, ഡി എക്സ് ബൈ ഡി ടി ഓഫ് 0 ഈക്വൽ ടു 15. അപ്പോൾ ഇതിനെ ഓപ്പറേറ്ററിൻ്റെ രീതിയിൽ നമ്മൾ എഴുതി. അപ്പോൾ എന്തോ ഡി സ്ക്വയർ പ്ലസ് 5d പ്ലസ് 6 ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ അത് ഓക്സിലറി ഇക്വേഷൻ ആയിട്ട് എം സ്ക്വയർ പ്ലസ് 5m പ്ലസ് 6 ആയിരിക്കും. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടാണ്. ഇപ്പോൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് കാണാം, അല്ലെങ്കിൽ രണ്ട് ഈക്വൽ റൂട്ട് കാണാം, അല്ലെങ്കിൽ കോംപ്ലക്സ് റൂട്ട് കാണാം. അതാണ് ഇവർ പറയുന്നത്. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് 0 ആണെങ്കിൽ, ഇപ്പോൾ m1 ഉം m2 ഡിസ്റ്റിങ്ക്റ്റ് 0 ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ആണ് y ഈക്വൽ c1 e റൈസ് ടു m1x പ്ലസ് c2 e റൈസ് ടു m2x. ഈ രണ്ട് റൂട്ടും സെയിം ആണെങ്കിൽ, m1 ഉം m2 ഉം ഈക്വൽ ടു m ആണെങ്കിൽ നമ്മൾ c1 e റൈസ് ടു mx പ്ലസ് അടുത്തത് എന്തോ c2 e റൈസ് ടു mx എന്നല്ലേ വരുന്നത്. അപ്പോൾ അവിടെ ഒരു x കൂടെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് c1 പ്ലസ് എക്സ് c2 ഓഫ് e റൈസ് ടു mx. ഇനി രണ്ട് കോംപ്ലക്സ് റൂട്ട് ആൽഫ പ്ലസ് ഐ ബീറ്റയും ആൽഫ മൈനസ് ഐ ബീറ്റയാണെങ്കിൽ y ഈക്വൽ e റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു c1 കോസ് ബീറ്റ എക്സ് പ്ലസ് c2 സൈൻ ബീറ്റ എക്സ്. അപ്പോൾ ഇത് മൂന്നെണ്ണം പഠിച്ചാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മൾ ഇപ്പോൾ -2 -3 ആണ് കിട്ടിയത്. അപ്പോൾ എന്താ, ഇവിടെ y ഉള്ളിടത്തെല്ലാം x ആണ്, x ഉള്ളിടത്തെല്ലാം t ആണ്. അപ്പോൾ x ഈക്വൽ ടു c1 e റൈസ് ടു -2t പ്ലസ് c2 e റൈസ് ടു -3t എന്ന് എഴുതി. ഇനി നമ്മൾ ഇവിടെ dx ബൈ dt ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനകത്ത് എക്സിന് 0യും വൈക്ക് 0യും ഇട്ട് കൊടുക്കുക. അപ്പം 0 ഈക്വൽ c1 പ്ലസ് c2 എന്ന് കിട്ടി. ഇനി ഈ ഇക്വേഷനകത്ത് dx ബൈ dt-ക്ക് 15 എന്നും എക്സിന് 0 എന്ന് ഇട്ട് കൊടുത്തപ്പം ഇങ്ങനെ കിട്ടി. ഈ രണ്ട് ഇക്വേഷനൂടെ സോൾവ് ചെയ്യുമ്പോൾ c1 15 എന്നും c2 -15 എന്നും കിട്ടും. അത് നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ c1 ഉം c2 ഉള്ളിടത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത സോൾവ് ഡി സ്ക്വയർ മൈനസ് 2d പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ y ഈക്വൽ ടു 0. അത് ഓക്സിലറി ഇക്വേഷൻ എന്ന രീതിയിൽ എഴുതുമ്പം അകത്ത്
കോംപ്ലക്സ് റൂട്ടുകളാണ് വരുന്നത്. സ്ക്വയർ 2 തവണ വരുന്നുണ്ട്. അപ്പം 1 + √3i 1 + √3i 1 - √3i 1 - √3i. അപ്പോൾ നമ്മൾ കോംപ്ലിമെൻ്ററി ആ സൊല്യൂഷൻ എഴുതുന്നത് എന്തോ y ഈക്വൽ കോംപ്ലക്സ് ആയതുകൊണ്ട് e⁴x. അപ്പോൾ e⁴x ഇൻറ്റു c1 cos βx + c2 sin βx എന്നല്ലേ. അപ്പോൾ β √3 ആണ്. പക്ഷേ ഇവിടെ 2 തവണ വന്നതുകൊണ്ട് നമ്മൾ 2 തവണ വരുന്നത് എന്തോ c1 + c2x എന്ന രീതിയിൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഇൻവേഴ്സ് ഓപ്പറേറ്ററും പർട്ടിക്കുലർ ഇൻ്റഗ്രലും ഒക്കെ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ അതിനു മുമ്പേ ആ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. =0 ആണെങ്കിൽ ഹോമോജീനിയസ്, =0 അല്ലെങ്കിൽ നോൺ ഹോമോജീനിയസ്. =0 വരുവാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷനെയാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. =non0 ആണെങ്കിൽ നമ്മൾ =0 വെച്ച് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് പ്ലസ് അതിൻ്റെ കൂടെ പർട്ടിക്കുലർ ഇൻ്റഗ്രലിലൂടെ കണ്ടുപിടിച്ചാലേ ഫൈനൽ സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇൻവേഴ്സ് ഓപ്പറേറ്റർ, അതായത് 1/d ഇൻ്റഗ്രൽ എന്നാണ് വിളിക്കുന്നത്. അത് ഓർത്താൽ മതി. 1/d എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ x ആണ്. 1/dx എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ x ആണ്. 1/d - x എന്ന് വെച്ചാൽ e⁴x ഇൻറ്റു ഇൻ്റഗ്രൽ x e⁻−ax dx ആണെന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി പർട്ടിക്കുലർ ഇൻ്റഗ്രൽ വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു e⁻ax ഈക്വൽ ടു sin x ഈക്വൽ ടു cos x എന്ന് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ഈക്വൽ ടു e⁻x ഫോം ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നോക്കാം, അത് കഴിയുമ്പോൾ മനസ്സിലാവും. ഫൈൻഡ് ദ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഓഫ് d² + 5d + 6y = e⁻x. അപ്പം നമ്മൾ ചെയ്യുന്ന പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ 1/d² + 5d + 6 × e⁻x എന്ന് എഴുതും. അപ്പോൾ ഇവിടെ e⁻x അല്ലേ, എയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പം ആ ഡി ഉള്ളിടത്തല്ല 1 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം എന്താ e⁻x/12. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ കിട്ടിയോ? ഒരു ക്വസ്റ്റ്യനോട് നോക്കാം. ഫൈൻഡ് ദ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഓഫ് d + 2 × d - 1² y = e⁻−2x + 2 sin hx. അപ്പം 2 sin hx എന്ന് വെച്ചാൽ e⁻x - e⁻−x ആണ്. അപ്പോൾ ഇങ്ങനെ e⁻ വരുന്ന 3 ടേം വന്നു. അപ്പം ഓരോന്ന് ചെയ്യുവാണേ. അപ്പോൾ ആദ്യമേ e⁻−2x ചെയ്യുക. അപ്പോൾ e⁻−2x ചെയ്യുമ്പം എയുടെ സ്ഥാനത്ത് -2 ആണ്. അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് ടേം 0 ആയിപ്പോവും. അപ്പോൾ 0 പോവുകയാണെങ്കിൽ ആ ടേം എഴുതാതെ ബാക്കി എഴുതുക. അപ്പോൾ ആ ടേം വെളിയിൽ എഴുതിയിട്ട് ബാക്കിയുള്ളത് കിട്ടും. അവിടെ ഡിക്ക് -2 ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താ കിട്ടിയെന്നറിയോ? 1/d + 2 ഇൻറ്റു 1/9 e⁻−2x. ഓക്കെ, അപ്പം 1/9 ഉണ്ട്, 1/d + 2 ഇങ്ങനെ. ഇനി ഡിക്ക് -2 ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല, ഡിനോമിനേറ്റർ 0. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു x ഇട്ടു, x ഇട്ടിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഡെറിവേറ്റീവ് 1 ആണ്. എന്നിട്ട് അത് ചെയ്താൽ മതി. അപ്പോൾ x/9 e⁻−2x. നമുക്ക് ബാക്കി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി അടുത്തത് e⁻x ഇട്ട് കൊടുക്കുക. അപ്പം 1 ഇട്ട് കൊടുക്കുക. 1 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ കുഴപ്പമില്ല, പക്ഷേ ഇവിടെ കുഴപ്പം. അപ്പം നമ്മളെന്തോ അത് വെളിയിലിട്ടിട്ട് മറ്റേതിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇവിടെ ഇതല്ലേ വന്നേ, സെക്കൻഡ് ഡിഗ്രി വന്നേ. സെക്കൻഡ് ഡിഗ്രി വന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് അറിയാം, x² / 2 എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി e⁻−x അവിടെ -1 ഇട്ട് കൊടുത്താൽ ഇവിടെ വരത്തില്ല, ഇവിടെ പ്രശ്നം വരത്തില്ല. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഇട്ട് കൊടുത്ത് ഇത് കിട്ടി. എന്നിട്ട് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കിട്ടും. അപ്പോൾ ചെയ്യുന്ന മെത്തേഡ് e⁻ax ഫോമിലാണെങ്കിൽ നമ്മൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ എന്തോ 1/f(d) e⁻ax, എന്നിട്ട് d ഉള്ളിടത്തല്ല a ഇട്ട് കൊടുക്കുക. അത് 0 അല്ല എങ്കിൽ അങ്ങനെ ചെയ്യുക. 0 ആണെങ്കിൽ ഓരോ ടേം ഇങ്ങനെ x, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ x², അങ്ങനെ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈക്വൽ ടു കഴിഞ്ഞിട്ട് sin ax + b അല്ലെങ്കിൽ cos ax + b ഫോമിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ d² ഉള്ളിടത്തെല്ലാം -a² എന്ന് ഇട്ട് കൊടുക്കുക. 0 അല്ലെങ്കിൽ 0 ആണെങ്കിൽ പിന്നെ മുമ്പിലത്തെ തന്നെ കൂട്ട് x ഇട്ടിട്ട് ഡെറിവേറ്റീവ്. അങ്ങനെ ക്വസ്റ്റ്യൻ നോക്കാം. d³ + 1y cos 2x - 1. അപ്പോൾ a 2 ആണ്, b -1 ആണ്. അപ്പം നമ്മൾ
വൈ ഈക്വൽ ടു എന്താ 1/d³ എന്നുള്ളത് ഇത് എഴുതും. അപ്പോൾ എന്താ d² എന്തോ എഴുതും -4 എന്ന് എഴുതും. അപ്പോൾ d³ ആയതുകൊണ്ട് d × -4 ആ രീതിയിൽ നമ്മൾ എഴുതും. അപ്പം താഴെ എന്ത് വരും 1/1 - 4d വന്നില്ലേ. അപ്പോൾ അത് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തതെന്ന് നോക്കിയേ, അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മേളിലും താഴെ ഇൻറ്റു ചെയ്തു. കാരണം d² സ്ഥാനത്താണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഇട്ട് d² സ്ഥാനത്ത് -4 ഇട്ട് കൊടുത്തു. ഇങ്ങനെ ചെയ്തു. ഇപ്പോൾ 1/65 × 1 + 4d. ഇത് മേളിലാണ്, താഴെയാണെങ്കിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം 1 ഇൻറ്റു ഇതെന്ന് വെച്ചാൽ അത് +4 ഇൻറ്റു d എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കൂടെ ചെയ്ത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായ? ഞാൻ സ്പീഡിലൊന്ന് പറയുകയാണ്, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാനേ. ഞാൻ പറഞ്ഞ ആ ചാനലിനകത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അകത്ത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ വേരിയബിൾ സെപ്പറബിൾ അങ്ങനെ കുറേ ഫോമുണ്ട്. വേരിയബിൾ സെപ്പറബിൾ അല്ല, വേരിയേഷൻ ഓഫ് പാരാമീറ്റർ, അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് മെത്തേഡ്, അങ്ങനെ പല മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഈ e⁻²ൻ്റെയും cos x-ൻ്റെയും sin x-ൻ്റെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ ഒരുപാട് സമയമായിപ്പോകും. അപ്പോൾ റിവിഷൻ വീഡിയോ ഒരുപാട് എടുത്താൽ ബോറിങ് തോന്നും. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ ഈക്വൽ ടു കഴിഞ്ഞിട്ട് x⁻n ഫോമിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ 1/d × d + 1 × ഇത് എന്ന രീതിയിൽ എഴുതി 1 + d⁻⁻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 ⁻
വെട്ടിക്കളഞ്ഞ് 1/d എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ, d എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ്, d² എന്ന് വെച്ചാൽ സെക്കൻഡ് ഡെറിവേറ്റീവ്. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് കുറച്ചുകൂടെ ഈസിയാണ്. എന്നാൽ e⁻x ഇൻറ്റു v ഫോമിലാണ്. v എന്ന് വെച്ചാൽ അവിടെ എന്ത് വേണമല്ലോ, e⁻x cos x x⁻n ഒക്കെ വരാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ e⁻x വെളിയിലെടുക്കും, എന്നിട്ട് d ഉള്ളിടത്ത് d + a ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ദ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഓഫ് d² - 2d + 4 × y = e⁻x cos x. അപ്പം നമ്മൾ ആദ്യമേ ഇങ്ങനെ എഴുതി. അപ്പോൾ അതെന്ന് വെച്ചാൽ എന്തോ e⁻x ആദ്യം എഴുതി, d ഉള്ളിടത്തെല്ലാം എന്തുവാ ഇവിടെ നമ്മൾ ഇവിടെ 1 ആയേ, അപ്പം d ഉള്ളിടത്തെല്ലാം d + 1 എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ d² ഉള്ളിടത്ത് -1 ആണ്. d² ഉള്ളിടത്തെല്ലാം -1 ഇട്ട് കൊടുത്ത് നമ്മൾ ചെയ്യും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെയൊക്കെ ചെയ്തത്. അതിൻ്റെ കോമ്പിനേഷനും എക്സും e⁻x ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇത് കാണാം, ചെയ്തേക്കുന്ന മെത്തേഡ് ഇവിടെ കാണാം. ഇവിടെ കോംപ്ലക്സ് റൂട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എഴുതും. നോക്കി ഇവിടെ എല്ലാം ഇത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ മാത്രമാണ്. സോൾവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യമേ ഇതിനെ =0 ആക്കി കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കും. പിന്നെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ച് രണ്ടും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കണം. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ചെയ്യുന്നത് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി വേരിയേഷൻ ഓഫ് പാരാമീറ്റർ y +p y + qy = x. അപ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനുള്ളത് റോൺസ്കിയാൻ വേണം. അപ്പം y1ഉം y2ഉം രണ്ട് സൊല്യൂഷനാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് y1 y2 y1' y2' അതാണ് റോൺസ്കിയാൻ. എന്നിട്ട് ഈ ഇക്വേഷൻ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കിട്ടും. ക്വസ്റ്റ്യൻ നോക്കാം. y ++ 4y = tan 2x. അപ്പോൾ ഇത് വെച്ച് നമുക്ക് സൊല്യൂഷൻ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ വെച്ച് നമ്മൾ ചെയ്യും. അപ്പം നമ്മൾ ഈ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതിന് വിട്ട് രണ്ട് സൊല്യൂഷൻ കിട്ടുമേ, cos 2x-ഉം sin 2x-ഉം. എന്നിട്ട് റോൺസ്കിയാൻ കണ്ടുപിടിക്കും. റോൺസ്കിയാന് 2 എന്ന് കിട്ടി. എന്നിട്ട് പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ ആ ഇക്വേഷൻ ഇല്ലേ, അതിനകത്ത് y1ഉം y2ഉം w ഒക്കെ ഇട്ട് കൊടുക്കുക. ചെയ്യുമ്പോൾ നമുക്ക് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കിട്ടും. ഇനി അതേപോലെ വേറൊരെണ്ണമാണ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. അതായത് സോൾവ് y ++ 2y + 4y = 2x² + 3e⁻ x. അപ്പോൾ നമ്മൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിച്ചപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പം നമ്മൾ ചെയ്യുന്നത് അസ്യൂമാണ്, ട്രയൽ സൊല്യൂഷൻ പോലെ അസ്യൂം ചെയ്യുക. ഇവിടെ അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻ്റ്, അതായത് 2x² അല്ലേ, 2x² ആണെങ്കിൽ നമ്മൾ a1x² + a2x + a3 എന്ന് വിളിക്കും. ഇനി e⁻x ആണെങ്കിൽ നമ്മൾ a4 e⁻x വേണം. എന്നിട്ട് നമ്മൾ
വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇട്ട് കൊടുത്ത് ഇക്വേറ്റ് ചെയ്ത് ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻ്റ് വെച്ച് നമ്മൾ ചെയ്യുക. ഓക്കെ, ഈസിയാണത്. അതെല്ലാം ആ വീഡിയോയിലുണ്ട്. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ ആവുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീർക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ആ വീഡിയോ നോക്കി പഠിക്കുക കേട്ടോ. കോഷീസ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഫോം. മുമ്പേ വൈ ഡബിൾ ഡാഷ് വേരിയബിൾ കോഎഫിഷ്യൻ്റ് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ്, മുമ്പേ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടെ വേരിയബിൾ കോഎഫിഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ കോഷി ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ വെച്ച് എക്സിന് e⁻t കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് പഴയ പോലെ കണ്ടുപിടിക്കുകയാണ്. ലഗ്രാഞ്ചസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. പഴയ രീതിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കാൻ റോൺസ്കിയാൻ 0 ആണോ നോക്കിയാൽ മതി. റോൺസ്കിയാൻ 0 അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ്. റോൺസ്കിയാൻ 0 ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് അല്ല. ആ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ഈസിയാണ്. ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും ഉണ്ട്. ഒത്തിരി പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ മതി. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓരോന്നിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് പഠിക്കുക, പിന്നെ റോൺസ്കിയാനെ പഠിക്കുക. അത് വെച്ച് പിന്നെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. പർട്ടിക്കുലർ ഇൻ്റഗ്രലിലേ ഉള്ളൂ ഇച്ചിരി കൂടെ ചെയ്യാനുള്ളത്. അത് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻ്റ് മെത്തേഡ് ഉണ്ട്, വേരിയേഷൻ ഓഫ് പാരാമീറ്റർ മെത്തേഡ് ഉണ്ട്. അത് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.